ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കറി വേൾഡ്. ഞാനിന്നൊരു പുഡിങ്ങാണ് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ചോക്ലേറ്റ് മിൽക്ക് പുഡിങ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും. ഞാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലടുപ്പത്ത് വെച്ചു, അതിനാവശ്യമുള്ള മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അത് ഒരു സെപ്പറേറ്റ് ഒന്ന് ഇച്ചിരി പാലിലൊന്ന് മെൽറ്റ് ചെയ്ത് എടുത്താൽ മതി. എന്നിട്ട് അത് ഈ പാലിലേക്ക് ഞാനത് ഒഴിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വിടാതെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പാലിൽ കുറച്ച് കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഞാനൊരു 2 സ്പൂണ് കോൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പാലിവിടെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ തീ ലോ ഫ്ലെയിമിലാക്കി വയ്ക്കുക. ഒരുപാട് നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പാലത്തിന് പൊന്തി കളയും. അപ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. നമ്മൾ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന കോൺഫ്ലവർ ഉണ്ടല്ലോ, ഈ കോൺഫ്ലവർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പതിയെ വേണം നമ്മൾ ചേർത്ത് ഇളക്കി കൊടുക്കാൻ. ഒറ്റയടിക്ക് ഒഴിക്കരുത്. പതിയെ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. കുറുകി ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വരും. അതുവരെ നമ്മൾ കൈവിടാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. നമുക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ മിൽക്ക് പുഡിങ് മാത്രമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തവർ ചോക്ലേറ്റ് ആഡ് ചെയ്യണമെന്നില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും ഈ പുഡിങ്. വൈകുന്നേരങ്ങളിൽ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ ഒരു പുഡിങ്ങൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. നമുക്ക് ഇതിന് നമ്മൾ എടുത്തിട്ടുള്ള കോൺഫ്ലവർ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ അത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, കൂടുതൽ ഞാൻ ഉപയോഗിച്ചില്ല. അപ്പോൾ ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് കൊടുത്തിട്ടും ഒരു 2 മിനിറ്റ് അടുപ്പിച്ച് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. തണുത്ത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റാവൂ. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെയുള്ളൊരു സ്ക്വയർ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ. ഒരു 4-5 മണിക്കൂർ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കണം. 4-5 മണിക്കൂർ വയ്ക്കുകയാണെങ്കിൽ ഓക്കെ ആവും. ഇത് ഇപ്പോൾ കണ്ടോ, ഞാൻ 3 മണിക്കൂറാണ് ഞാൻ വെച്ചത്. ഞാനത് എടുത്തായിരുന്നു. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കുന്നതെന്ന്. ഓക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കിതൊന്ന് കുറച്ചും കൂടി നേരം വയ്ക്കണമായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇതേ കണ്ടോ, കുറച്ചും കൂടി നമ്മൾ വച്ചിരിക്കുമായിരുന്നെങ്കിൽ ഇച്ചിരി കൂടി അതൊന്ന് തിക്കാവുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുഡിങ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നത് വരെ ബൈ.